ഒരുവന്റെ വിവരം ചിലപ്പോഴെങ്കിലും അപരന ദോഷമായി ഭവിച്ചേക്കാം. അപ്പൊ അങ്ങനെയുള്ള അപരൻ ഈ വിവരമുള്ള ആളിനെ വിവരദോഷി എന്ന് വിളിച്ചേക്കാം. അത് ഭംഗ്യാന്തരേണ വിളിക്കുന്നതല്ല, മനസ്സറിഞ്ഞു വിളിക്കുന്നതാണ്. ഇവിടെ ഈ പ്രയോഗം, വിവരദോഷി എന്ന പ്രയോഗം ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വിളിച്ചത് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും വിളിക്കപ്പെട്ടത് മലങ്കര യാക്കോബായ സഭയുടെ മുൻ മെത്രാപ്പോലിത്ത ആയിരുന്ന ഭദ്രാസനാധിപനായിരുന്ന ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്തയെ കുറിച്ചുമാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്ത തിരുമേനിമാർക്കിടയിൽ, ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കിടയിൽ, മേൽപ്പട്ടക്കാർക്കിടയിൽ വ്യത്യസ്തനായി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ പല ആളുകളുമുണ്ട്. പല തിരുമേനിമാരെന്ന് പൊതുവെ ക്രൈസ്തവർ വിളിക്കുന്ന ഈ മതമേലധ്യക്ഷന്മാർ അവരിൽ വ്യത്യസ്തത പുലർത്തുന്ന, തന്റെ തീരുമാനങ്ങൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചില കമ്മിറ്റ്മെന്റ് കൊണ്ടും പലപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ചില പ്രയോഗങ്ങൾ നടത്തുന്നതിലൂടെയും ചിലപ്പോൾ ഭരണകൂടത്തിന്റെ ചെയ്തികളെ തന്നെ വിമർശിക്കുന്നതിലൂടെയും ഒക്കെ മുൻകാലങ്ങളിലും പല മെത്രാപ്പോലിത്തമാരും, പ്രത്യേകിച്ചും മലങ്കര യാക്കോബായ, മലങ്കര ഓർത്തഡോക്സ് സഭകളുടെയൊക്കെ മെത്രാപ്പോലിത്തമാർ പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കണ്ണിൽ കരടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉറക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറല്ല. ക്രൈസ്തവ സഭകളുടെ മെത്രാന്മാരെ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരെ പൊതുവെ, അത് മുസ്ലിം സമുദായത്തിന്റെ ആണെങ്കിലും ഹൈന്ദവ സമുദായത്തിന്റെ ആണെങ്കിലും, മതമേലധ്യക്ഷന്മാരെയും ആത്മീയ ഗുരുക്കളെയും ഒന്നും നേരിട്ട് പേരെടുത്ത് വിമർശിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ, ഇടത് വലതു ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ തയ്യാറാവില്ലായിരുന്നു. പക്ഷെ അതിൽ വ്യത്യസ്തത കാട്ടുന്ന ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള മറുപടി നൽകുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഗീവർഗീസ് മാർ കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നതും എക്കാലത്തും നിലപാട് കൊണ്ട് ശ്രദ്ധേയനായതും ഒരു ഇടത് സഹയാത്രികൻ എന്ന നിലയിലാണ്. പലപ്പോഴും തീവ്രമായ ഇടത് വികാരങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പലപ്പോഴും ശ്രീ പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നയാൾ എന്ന പേരുദോഷം പോലും പലപ്പോഴും ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്ത കേട്ടിട്ടുമുണ്ട് വിമർശകരുടെ ഭാഗത്തു നിന്ന്. അതേ ഗീവർഗീസ് മാർ കൂറിലോസിനെ കുറിച്ചാണ് ശ്രീ പിണറായി വിജയൻ വിവരദോഷി എന്ന് പറയുന്ന, ആ വിവരദോഷത്തിന് കാരണമായ ആ ഒരു കമന്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വരികളാണ്. ഫേസ്ബുക്കിലൊക്കെ കുറിച്ച അദ്ദേഹം തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ച്, ഇടതുപക്ഷത്തിന് ഇങ്ങനെ പോയാൽ ബംഗാളിലെയും ത്രിപുരയിലെയും ഗതി വരും, അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പൊതുവെ CPM-ന്റെ വർഗ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു. ഒരുപക്ഷെ ഈ പല യുവജന സംഘടനയുടെയും മറ്റ് അവാന്തര വിഭാഗങ്ങളുടെയും ഒക്കെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം, അല്ല എങ്കിൽ അഴിമതി, അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ പരിഹരിക്കാനായില്ല എങ്കിൽ കേരളത്തിൽ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭാവി ശോഭനമാവില്ല എന്ന് പ്രവാചക ശബ്ദത്തിൽ അദ്ദേഹം പറയുകയാണ്. അത് കാര്യകാരണ സഹിതം എടുത്തു പറയുകയാണ്. അപ്പൊ ഇവിടെ അങ്ങനെ പറയുന്ന ഒരാളുടെ വിമർശനം, ആ വിമർശനത്തെ സഹിഷ്ണുതയോടെ എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഗൗരവത്തോടു കൂടിയും വലിയ ആദരവോടുകൂടിയും കാണാമായിരുന്നു. ഇവിടെ തിരുത്തൽ എന്ന് പറയുന്ന ഒരു കാര്യം വാക്കാൽ പറഞ്ഞു വെച്ചു. തോൽവി മനസ്സിലാക്കുന്നു, തോൽവിക്ക് കാരണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ പാർട്ടി എന്ന നിലയിൽ CPM-ഉം നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനും തയ്യാറാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്തയുടെ ഒരു കുറിപ്പിന് ഉള്ള പ്രതികരണം എന്ന നിലയിൽ ചില തിരുമേനിമാർ ഇങ്ങനെ വിവരദോഷം പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന രീതിയിലുള്ള ഒരു കഠിനമായ റിമാർക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള അനുരണങ്ങൾ ഓർക്കൂ. ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്ത എക്കാലത്തും നിലപാടുകളുള്ള ഒരു തിരുമേനിയായിരുന്നു. കർഷക പ്രക്ഷോഭ സമയത്ത് അദ്ദേഹം നിലപാടുകൾ എടുത്തു, കർഷകരോടൊപ്പമുള്ള നിലപാടെടുത്തു. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അദ്ദേഹം നിലപാടെടുത്തു. അതിനുവേണ്ടി പൗരത്വം ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ക്രമീകരിക്കാവുന്ന ഒന്നല്ല എന്ന നിലപാടെടുത്തു. മനുഷ്യാവകാശ വിഷയങ്ങളിൽ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക വിഷയങ്ങളിൽ എല്ലാം നിലപാടുള്ള ഒന്നാം തരം എക്യുമെനിക്കൽ ഒരു കാഴ്ചപ്പാടുള്ള തിരുമേനിയാണ് ഗീവർഗീസ് മാർ കൂറിലോസ്. എക്യുമെനിസം എന്ന് പറഞ്ഞാൽ ഹോൾ ഇൻഹാബിറ്റഡ് എർത്ത് എന്നാണ്. അവിടെ ഒരു വിശാല അർത്ഥത്തിൽ മതവും തമ്മിലും ജാതിയും തമ്മിലും, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ അവാന്തര വിഭാഗങ്ങളും തമ്മിലുള്ള പാരസ്പര്യം മാത്രമല്ല, ദൈവവും മനുഷ്യനും തമ്മിലും, മനുഷ്യനും തമ്മിലും, മനുഷ്യനും പ്രകൃതിയും തമ്മിലും, എല്ലാ ചരാചരങ്ങളും തമ്മിലും ഉള്ള
സവിശേഷമായ റിലേഷൻഷിപ്പ് ബന്ധം അത് സൂചിപ്പിക്കുന്ന പദമാണല്ലോ എക്യുമെനിക്കൽ. അങ്ങനെ ഹ്യൂമനിസ്റ്റും എക്യുമെനിസ്റ്റുമായ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്ത അദ്ദേഹം ഒരു വിശാല അർത്ഥത്തിൽ നടത്തിയ ഒരു പരാമർശത്തെ തുച്ഛീകരിച്ചുകൊണ്ട് ഗവൺമെന്റിനും തനിക്കും നേരെയുള്ള വിമർശനമായി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശം തീർച്ചയായും ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇത് ഓർക്കുക, യാക്കോബായ സഭ ഇവിടെ ഭരണപക്ഷത്ത് ഒരുപക്ഷെ അദ്ദേഹം മലങ്കര യാക്കോബായ സഭ, ഓർത്തഡോക്സിലെ യാക്കോബായ സഭ, മലങ്കര യാക്കോബായ സഭ വളരെയധികം ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഭയാണ്. മലങ്കര യാക്കോബായ സഭയ്ക്ക് ഒരുപക്ഷെ സഭാ തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയുടെ മേൽ ഒരു മേധാവിത്വം ലഭിച്ചില്ല. കേസിന്റെ കാര്യത്തിൽ സഭാ തർക്കത്തിൽ കേസുകളുടെ വിധി വന്നപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി വന്നു. അപ്പൊ ചില പള്ളികൾ നഷ്ടപ്പെടുമെന്ന നിലയിലായി. അപ്പൊ ഒരു സമവായം ഉണ്ടാക്കി എടുക്കണം എന്ന ആഗ്രഹം ഓർത്തഡോക്സ് സഭയ്ക്കും യാക്കോബ സഭയ്ക്കും ഉണ്ട്. ഈ സഭയിൽ അപ്പൊ യാക്കോബായ സഭയുടെ നിർണം ഭദ്രാസന അധിപനായിരുന്ന ഗീവർഗീസ് മാർ കൂറിലോസ് തീർച്ചയായും ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കേണ്ട, പിണറായി വിജയനോട് ചേർന്ന് നിൽക്കേണ്ട, ഇപ്പോൾ പരസ്യമായി ഗവൺമെന്റിന് സപ്പോർട്ട് പറയുന്നത്, മറ്റെല്ലാം സമദൂരമാണ് പറയുന്നത്, എല്ലാ സഭകളും പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. സമദൂരം പറയുമ്പോൾ ഒരുപക്ഷെ ശരിദൂരം എന്ന് പറയുന്ന ഇടതുപക്ഷത്തോടെ സ്വല്പം ചേർന്ന് നിൽക്കാം എന്ന നിലയിൽ കരുതുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഏക പ്രസ്ഥാനം അല്ലെങ്കിൽ ഏക അവാന്തര വിഭാഗം ഡിനോമിനേഷൻ മലങ്കര യാക്കോബായ സഭയാണ്. അപ്പൊ അങ്ങനെ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഒരു തിരുമേനി തന്നെയാണ് ഈ വിമർശനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. യാക്കോബായ സഭയെ കൂടെ പിണക്കി വിട്ടാൽ അത് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് വളരെ സ്വീകാര്യതയുള്ള ഒരു മുഖമാണ്. അദ്ദേഹം സ്വന്തം തസ്തികയിൽ നിന്നും, കാരണം ആ സഭയുടെ നിർണം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തായുടെ ഔപചാരിക ചുമതലയിൽ നിന്നും ഇപ്പോൾ തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് സഭ നേതൃത്വത്തിൽ ഇല്ല എന്നർത്ഥമില്ല. ഒരു തിരുമേനിയും ഒരിക്കലും തിരുമേനി അല്ലാതാവുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു മുൻ വൈദികൻ എന്നാണ് മുഖ്യമന്ത്രി പരാമർശിച്ചത്. മുൻ വൈദികനല്ല, അദ്ദേഹം ഇപ്പോഴും വൈദികനാണ്. വൈദികൻ മാത്രമല്ല, മേൽപ്പട്ടക്കാരൻ കൂടിയാണ്. അപ്പൊ ഇത് വസ്തുതാപരമായ ഒരു പിശകുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടായില്ല പിണറായിയുടെ ഭാഗത്തുനിന്ന് ഈ വിമർശനത്തിൽ. അതുകൊണ്ട് സഹിഷ്ണുത ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം. മുഖ്യമന്ത്രിയുടെ മറ്റു പല പരാമർശങ്ങളും മുൻകാലങ്ങളിൽ ഞാൻ അതൊന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കേരള സമൂഹം വ്യാപകമായി സംസാരിച്ചിട്ടുള്ള പരാമർശങ്ങളാണ്. ഇപ്പോൾ ഈ മിതത്വം, വാക്കുകളിൽ പലപ്പോഴും വിമർശനത്തിൽ ഉൾപ്പെടെ മിതത്വം പാലിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നു. അതൊരു വശം. മറുവശത്ത് ഒരു തിരുമേനിക്ക് അല്ലെങ്കിൽ ഒരു സഭാ മേലധ്യക്ഷന്, അപ്പം ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസറിനും കൊടുത്താൽ പോരെ? എന്തിനാണ് രാഷ്ട്രകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഭരണകൂടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തിനാണ് അഭിപ്രായം പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. അവർ ചോദിച്ചോട്ടെ. സ്വാഭാവികമായി ഒരു ജനാധിപത്യ രാജ്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഒരു മതമേലധ്യക്ഷനായി പോയി എന്നതുകൊണ്ട് മാത്രം ആ അഭിപ്രായത്തെ മൂടിവെക്കാനാവില്ല എന്നതാണ് എന്റെ അഭിപ്രായം. ആ അഭിപ്രായം ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഗീവർഗീസ് മാർ കൂറിലോസിന് അഭിപ്രായം പറയാൻ അദ്ദേഹം വ്യക്തിപരമായ നിലയിലാണ്, അല്ലാതെ യാക്കോബായ സഭയുടെ ഭദ്രാസനാധിപൻ എന്ന നിലയിലോ മുൻ അധിപൻ എന്ന നിലയിലോ അല്ല, മറിച്ച് സഭയുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. പക്ഷെ ആ പരാമർശത്തെ സഭയുടെ ചിന്തയായും അല്ലെ ഒരു തിരുമേനിയുടെ പരാമർശമായും ഒക്കെ മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യാമിശ്രത, ഒരു കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ അത്ര നല്ലതല്ല. ആരോഗ്യപരമായ സംവാദങ്ങളാണ് നല്ലത്. വിമർശനങ്ങൾ ഉണ്ടാവട്ടെ. ആ വിമർശനങ്ങൾക്ക് ക്രിയാത്മകമായ മറുപടി പറയുന്നതിനകത്താണ് രാഷ്ട്രീയ നേതാക്കളുടെ, പ്രത്യേകിച്ച് ഭരണകർത്താക്കളുടെ മിടുക്ക് എന്നുകൂടി ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്.